നടി അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ ഉടൻ നടപടി ഉണ്ടാകുമോ? പരാതിയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചോ? ഈ വിഷയത്തിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ ഉടൻ കേസെടുത്തേക്കുമെന്നാണ് വിവരം. വർഗീയ പരാമർശം നടത്തിയെന്ന പരാതിയിലാണ് നടപടി. അൻസിബയുടെ പരാതിയിൽ പോലീസിന് വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ പറഞ്ഞു. കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടനെ നടപടി ഉണ്ടാകും. വിഷയം അമ്മ സംഘടന തന്നെ പരിഹരിക്കേണ്ടതായിരുന്നുവെന്നും കമ്മീഷണർ വ്യക്തമാക്കി. അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും അവരുടെ സംഘടനയ്ക്ക് ഇടയ്ക്കുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഓക്കെ, അവർ തമ്മിൽ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരുപാട് പരാതികളും കൗണ്ടർ പരാതികളും ഉണ്ടായിരുന്നു. നേരത്തെ അവർ തമ്മിൽ സംസാരിച്ച് തീറ്റ കാര്യങ്ങൾ പിന്നെ സാറ്റിസ്ഫൈ ആയിട്ടില്ലെന്ന് പറഞ്ഞ രീതിയിൽ പിന്നെ ഒരു ACP നേതൃത്വത്തിൽ തന്നെ നമുക്കൊരു എൻക്വയറി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നമുക്ക് മുൻകൂട്ടി പോയത്. പിന്നെ രണ്ടാമതൊരു കാര്യം നമുക്ക് കിട്ടിയതാണ് അവർ തമ്മിലുള്ള അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ മറ്റവരുടെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ തന്നെ അവർ തമ്മിലുള്ള സംസാരങ്ങൾ അത് നോക്കിയിട്ട് നമുക്ക് ആ സമയത്തിൽ ഉള്ള എവിഡൻസ് നോക്കിയിട്ട് പോലീസ് ഒരു തീരുമാനം എടുത്തു. ഇപ്പം ജുഡീഷ്യറിയുടെ അത് പരിഗണനയാണ്. അത് എവിടെ വരുന്നുണ്ട് അത് നോക്കിയിട്ട് ചെയ്യാം. അത്രയേ ഉള്ളൂ. അല്ല, ഓർഡർ കാപ്പി എങ്ങനെ കോടതിയിൽ പറഞ്ഞതായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷനുണ്ട്. പിന്നെ അതിനുള്ള ഓർഡർ കാപ്പിക്കായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. അത് വന്നെങ്കിൽ അതനുസരിച്ച് മുൻകൂട്ടി പോകും. അത് ഓർഡർ കാപ്പി വരട്ടെ. ഓർഡർ കാപ്പി നോക്കാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഇതിൻ്റെ കിട്ടിയ വിവരമാണ്. കോടതിയിൽ അങ്ങനെ ഒരു ഡയറക്ഷൻ ഉണ്ട്. അത് നോക്കിയിട്ട് പിന്നെ കോടതി ഡയറക്ഷൻ അനുസരിച്ച് നമുക്ക് ചെയ്യും. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആജ്ഞ, സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കിയതുപോലെ ഇത് അമ്മ സംഘടനയ്ക്കുള്ളിൽ തീരേണ്ട ഒരു പ്രശ്നമായിരുന്നു. പിന്നീടാണ് അത് വലിയ രീതിയിലുള്ള നിയമ പോരാട്ടത്തിലേക്ക് പോകാൻ അൻസിബയെ പ്രേരിപ്പിച്ചത്. ഒടുവിൽ ടിനി ടോമിനെതിരെ കേസെടുക്കാൻ കോടതിയുടെ ഉത്തരവ് വരെയും ഉണ്ടാകേണ്ടി വന്നു. ഈ വിഷയത്തിൽ പോലീസിൻ്റെ നിലപാട് എന്താണ്? പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും അൻസിബ സ്വകാര്യ അന്യായം ഫയൽ ചെയ്തതും. അതിലാണ് കഴിഞ്ഞ ദിവസം കോടതി ഇതുമായി ബന്ധപ്പെട്ട ടിനി ടോമിനെതിരെ കേസ് എടുക്കണം എന്ന് തന്നെ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. BNS 173(5) പ്രകാരം കേസെടുക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. മതേതരത്വത്തെ ഹനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ടിനി ടോമിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ടോ? അതിൽ നടി നീന കുറുപ്പിന്റെ മൊഴി അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപൂർണമാണ് എന്ന് പറയുമ്പോൾ തന്നെ കേട്ടറിവുള്ള കാര്യത്തിൽ കേസെടുക്കാൻ കഴിയില്ല എന്ന് പോലീസ് പറയുമ്പോഴും ഇതിൽ ഇത്തരത്തിലുള്ള, അതായത് ജിഹാദി എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നു, അതല്ലെങ്കിൽ മതപരിവർത്തനം നടത്തുന്ന ആളെന്ന് അൻസിബയെ പറഞ്ഞ് ഒറ്റപ്പെടുത്തുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ പരാതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ അക്കാര്യത്തിൽ എന്തുകൊണ്ട് വ്യക്തത വരുത്തുന്നില്ല? അത്തരത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടന്നില്ല എന്ന് തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ടിനി ടോമിനെതിരെ കേസെടുക്കുകയും അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയും വേണമെന്നാണ് കോടതി കഴിഞ്ഞ ദിവസം എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി നമ്പർ 8 ഈ ഹർജി പരിഗണിച്ചത്. ആ കോടതിയുടെ ഉത്തരവിനെ അനുസരിച്ച് ടിനി ടോമിനെതിരെ അടിയന്തരമായി കേസെടുക്കാനുള്ള നടപടി ഉണ്ടോ പോലീസിനെന്നുള്ള ചോദ്യത്തിനാണ് കമ്മീഷണർ പറഞ്ഞത് കോടതി ഉത്തരവ് ഇതുവരെ ലഭിച്ചിട്ടില്ല. കോടതി ഉത്തരവ് ലഭിച്ചാൽ ഉടൻ തന്നെ കേസെടുക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് വ്യക്തമാക്കിയത്. അമ്മയുടെ സംഘടനയുടെ അകത്ത് തീർപ്പാക്കാവുന്ന ഒരു പരാതിയായിരുന്നു. ഇത്തരത്തിൽ അല്ലെങ്കിൽ പരദൂഷണം പറയുന്ന തരത്തിലോ അത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അധിക്ഷേപിക്കുന്ന തരത്തിലോ തമാശ രൂപേണയാണ് എന്ന് പറയുമ്പോഴും പോലീസ് ഈ ജിഹാദി എന്ന് വിളിച്ചത് തമാശ രൂപേണയാണ് എന്ന റിപ്പോർട്ടിൽ കോടതിയിൽ സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൽ എഴുതി ചേർത്തിരിക്കുന്നത് കോടതി ചോദ്യം ചെയ്തിട്ടുണ്ട്. ജിഹാദി എന്ന് വിളിക്കുന്നത് എങ്ങനെയാണ് തമാശ രൂപേണ എന്ന് കണക്കാക്കാൻ കഴിയുക എന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. എന്തായാലും അൻസിബയുടെ സ്വകാര്യ അന്യായത്തിൽ ടിനി ടോമിനെതിരെയും ഈ SHO, അതായത് കടവന്ത്ര SHOയ്ക്കെതിരെയുമാണ് അൻസിബ പരാതി നൽകിയത്. ടിനി ടോമിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുത്ത് അന്വേഷണം നടത്താൻ തന്നെയാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി വ്യക്തമാക്കുന്നത് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ട് അപൂർണമാണെന്നാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ ഈ അൻസിബയുടെ ഈ നിയമ പോരാട്ടത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നതാണ് കോടതിയുടെ നടപടി, കഴിഞ്ഞ ദിവസത്തെ നടപടി, ഉത്തരവ്. മറ്റു പരാതികളും അൻസിബ പോലീസിൽ നൽകിയിട്ടുണ്ട്. അതിലൊന്ന് നേരത്തെ തന്നെ ലക്ഷ്മിപ്രിയയ്ക്കും തൃപ്പൂണിത്തുറയിലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കുമെതിരെ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ആ കേസ് തന്നെ മുന്നോട്ട് പോകേണ്ടതില്ലെന്ന് തീരുമാനിച്ചിരുന്നു. അതിനുശേഷം മൂന്നാമത്തെ പരാതി, അതായത്
അമ്മയുടെ മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോനെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും വീണ്ടും പരാതി നൽകിയിരുന്നു അൻസിബ. ആ വിഷയത്തിൽ സ്വാഭാവികമായും ഇത്തരമൊരു നടപടി പോലീസിൻ്റെ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായ സ്ഥിതിക്ക് അല്പം കൂടി ജാഗ്രതയോടുകൂടി ആയിരിക്കില്ലേ അൻസിബയുടെ മൂന്നാമത്തെ പരാതിയെ കാണുക? തീർച്ചയായിട്ടും ടോം, പ്രത്യേകിച്ചും ഈ അൻസിബ ഇതിൽ നിന്നും, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ കേസ് എടുക്കാനാകില്ല എന്നുള്ള പോലീസ് നിർദ്ദേശം വരികയും അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അടക്കം രാജിവെച്ച് പുറത്തു വന്ന സാഹചര്യത്തിൽ ശ്വേതാ മേനോനും ലക്ഷ്മിപ്രിയയും സമൂഹ മാധ്യമങ്ങളുടെ അൻസിബയ്ക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അതുകൊണ്ട് തന്നെ വ്യക്തമാണെന്നാണ് ഈ കാര്യത്തിൽ ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും അൻസിബയ്ക്കെതിരെ അൻസിബയുടെ പരാതിയിൽ ടിനി ടോമിനെതിരെ അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഏത് തരത്തിൽ ചർച്ച ചെയ്തു, അല്ലെങ്കിൽ എന്ത് നടപടിയെടുത്തു എന്നുള്ള കാര്യം ഇവരുടെ രണ്ടുപേരുടെയും സ്റ്റേറ്റ്മെന്റിൽ നിന്ന് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഇവരുടെ അൻസിബയ്ക്കെതിരെയുള്ള പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാണ് എന്നുള്ള കാര്യമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിനെതിരെ വീണ്ടും അൻസിബ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ ടോം സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ കോടതി ഇടപെടൽ, അത് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് വരുന്നത് തന്നെ ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു ഈ കേസിന്റെ ആദ്യഘട്ടം ഉണ്ടായിരുന്നത്. പരാതി നൽകുന്ന ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലായിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് പ്ലേസ് ഓഫ് ഒക്കറൻസ് എന്ന നിലയിലേക്കാണ് കടവന്ത്ര പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് മാറ്റുന്നതും. പിന്നീട് ആ കേസ് അന്വേഷിച്ച ശേഷം, അതായത് അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർമാരെ വിളിച്ച് മൊഴി രേഖപ്പെടുത്തുന്നു, നീനാക്കുറുപ്പിന്റെ മൊഴി രേഖപ്പെടുത്തുന്നു, ശ്വേതാ മേനോന്റെ മൊഴി രേഖപ്പെടുത്തുന്നു, ഈ ടിനി ടോമിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അൻസിബയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ടിനി ടോം വിളിച്ചത് തമാശ രൂപേണയാണ് ജിഹാദി എന്നുള്ളത് ഈ റിപ്പോർട്ടിൽ പരാമർശം കണ്ടത്. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട്. അതുകൊണ്ട് ഈ കേസ് എടുക്കാനാകില്ല, അതുകൊണ്ട് ഈ ഹർജി തള്ളണം എന്നുള്ള തരത്തിലാണ് കേസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നത്. പക്ഷേ ആ റിപ്പോർട്ടിന് എതിരായിട്ടാണ് SHOയ്ക്കെതിരെയും ടിനി ടോമിനെതിരെയും അൻസിബ കോടതിയിലെത്തുന്നതും. അതിലാണ് കഴിഞ്ഞ ദിവസം കോടതി ഇത്തരത്തിൽ ഒരു സുദീർഘമായ വിധി എന്ന് പറയാം, പ്രത്യേകിച്ചും ജിഹാദി എന്നും മതപരമായിട്ടുള്ള പരാമർശങ്ങൾ നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണം പൂർണ്ണമല്ല എന്ന് തന്നെയാണ് കോടതി വ്യക്തമാക്കുന്നത്. അതിൽ വ്യക്തമായ അന്വേഷണം വേണം. ഇത് മാത്രമല്ല, ഈ റിപ്പോർട്ടും പൂർണ്ണമല്ല, ഇത് അപൂർണമാണ് എന്ന് തന്നെ കോടതി ചൂണ്ടിക്കാണിക്കുന്നു. ഇതിൽ നടി നീനാക്കുറുപ്പിന്റെ മൊഴി പ്രസ്താവം അങ്ങേയറ്റം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ, അതായത് അൻസിബ ഡബിൾ ഡാഡി സിൻഡ്രോം ഉള്ള ആളാണെന്ന് പറയുന്നു, അവരുടെ DNA-യിൽ പ്രശ്നമുണ്ടെന്ന് പറയുന്നു, അവരെ ജിഹാദി എന്ന് വിളിക്കുന്നു, അവർ മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്ന ആളെന്ന് പറയുന്നു. അതുമാത്രമല്ല, അതിനു മുൻപും അവർക്കെതിരെ അവിഹിത കഥകൾ പ്രചരിപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലൊക്കെയും ചേർത്തിട്ടാണ് അൻസിബ പരാതി നൽകിയിരിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ടോ, സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് വേണം ഈ കേസ് അന്വേഷിക്കാൻ എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് സംവിധായകൻ കമൽ, അതുപോലെ ഗണേഷ് കുമാർ തുടങ്ങിയവരൊക്കെ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള, അതായത് സെക്യുലർ ഇടമായിട്ടുള്ള, അല്ലെങ്കിൽ സെക്യുലർ മനോഭാവമുള്ള ഒരു ഇടമാണ് സിനിമ എന്ന് പറയുമ്പോൾ അവിടെ ഇത്തരം മതപരമായിട്ടുള്ള ചിന്തകൾ, ജാതിപരമായിട്ടുള്ള ചിന്തകൾ, അത്തരത്തിലുള്ള വേർതിരിക്കലുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് തന്നെ ലജ്ജാവഹമാണ് എന്നുള്ള പരാമർശങ്ങൾ അത് സിനിമയിലെ തന്നെ പ്രമുഖരായ ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ഒരു നിരീക്ഷണം തന്നെയാണ്. ഈ പണവും പ്രശസ്തിയൊക്കെ കൂടുമ്പോൾ ലോകത്തുള്ള എല്ലാവരെയും പുച്ഛത്തോടെ കാണുന്ന ചില സിനിമാ താരങ്ങളുണ്ട്. അവർ സിനിമയിൽ പറയുന്ന തമാശകൾ പോലെ അത് മറ്റുള്ളവരോട് പറയുമ്പോൾ, സഹപ്രവർത്തകരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിന് മുറിവേൽക്കും, അവർക്കും വേദനയും വിഷമവും ഉണ്ടാകുമെന്ന കാര്യം ടിനി ടോമിനെ പോലെയുള്ളവർ മനസ്സിലാക്കണം. എന്തായാലും ഈ ഒരു നിയമ നടപടി ഒരു താക്കീതാണ്. ഇതുപോലെ ഇനിയെങ്കിലും തമാശയ്ക്ക് പോലും ഇത്തരം പ്രസ്താവനകൾ നടത്താൻ പാടില്ല എന്ന ഒരു തിരിച്ചറിവാണ് ടിനി ടോമിനൊക്കെ വേണ്ടത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.